UDF സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ പത്തനംതിട്ട മൂഴിയാറിൽ ഹൃദ്രോഗിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM-ന്റെ മാർച്ച് മൂഴിയാർ പോലീസ് സ്റ്റേഷനിലേക്കാണ് CPIM മാർച്ച് നടത്തിയത്. UDF അധികാരത്തിലെത്തിയ ശേഷം പോലീസ് മർദ്ദനങ്ങൾ വർദ്ധിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. കടുത്ത കരൾ വൃക്കരോഗം ബാധിച്ച അനിൽകുമാർ ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായിരിക്കുന്നു. പൈശാചികമായ മർദ്ദനമാണ് നടന്നത്. ഇത്തരത്തിൽ ആ ചെറുപ്പക്കാരനെ ചവിട്ടിക്കൂട്ടാൻ എന്ത് തെറ്റാണ് അവിടെ നടന്നിട്ടുള്ളത്? ആഭ്യന്തരമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. ഇതാണോ തെറ്റ്? രമേശ് ചെന്നിത്തല ആരാ? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഞങ്ങൾ ആ സ്ഥാനത്തെ ബഹുമാനിക്കുന്നു. പക്ഷെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി വേണോ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ ചേരുന്നു. സുജു, രാജ്യത്ത് ഭരണഘടനയുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതരാണോ കേരളത്തിലെ UDF സർക്കാരിലെ മന്ത്രിമാർ? വിമർശിച്ചാൽ പോലീസ് വന്ന് മർദ്ദിക്കുകയാണോ? അതാണോ പത്തനംതിട്ടയിൽ മൂഴിയാറിൽ സംഭവിച്ചത്? വലിയ പ്രതിഷേധമാണോ ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉയർന്നത്? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം തന്നെയാണ്. ഞാൻ അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് ഷാജി റിപ്പോർട്ട് ചെയ്തതിന് സമാനമായ സംഭവം തന്നെയാണ്. ആലപ്പുഴയിൽ കേവലം ഈ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുക മാത്രമാണ് ചെയ്തതെന്ന് പറയാം. അതിനെ ന്യായീകരിക്കുകയല്ല. ഞാൻ നോക്കുമ്പോൾ പത്തനംതിട്ട മൂഴിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ഫേസ്ബുക്ക് ലൈവ് ഇട്ടതിൻ്റെ പേരിൽ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുക മാത്രമല്ല, 44-കാരനായ ഹൃദ്രോഗിയാണ്, കിഡ്നി പേഷ്യൻ്റാണ്, ഫിക്സ് വന്നിട്ടുള്ള ആളാണ്, മറ്റ് പല ഗുരുതര രോഗങ്ങളും ബാധിതനായ വ്യക്തിയെ 126 സ്റ്റെപ്പുണ്ട് താഴോട്ട് വീട്ടിലേക്ക്. ആ സ്റ്റെപ്പിലൂടെ വലിച്ചിഴച്ചാണ് മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അതായത് അങ്ങനെ ചെയ്തതിന് കുറ്റം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഏറ്റവും പരിശോധിക്കപ്പെടുന്നത്. സർക്കാർ പവർ കട്ട്, അതായത് ഇന്ദിരാ കട്ട് ആക്ഷേപഹാസ്യത്തിലിടുന്നു. മറ്റൊന്ന് പൊതിച്ചോറ് വിതരണം നിർത്തിയതിനെതിരെ, പോലീസിന്റെ ഗുണ്ടാക്രമണത്തിനെതിരെ ഡൽഹി സമരം. ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് CPIM-ന്റെ ബ്രാഞ്ച് അംഗം കൂടിയായിരിക്കുന്ന 44 അനിൽകുമാർ ഫേസ്ബുക്ക് ലൈവ് ഇട്ടതിനാണ് മൂഴിയാർ പോലീസ് നടത്തിയ നടപടി. ഒരു ഗ്രേഡ് SIയുടെ നേതൃത്വത്തിലായിരുന്ന നെപ്പോളിയൻ എന്ന പേരിലുള്ള ഗ്രേഡ് SIയുടെ നേതൃത്വത്തിലാണ് നടപടി. ഈ അനിൽകുമാർ നമ്മൾ ചോദിക്കുമ്പോൾ അനിൽകുമാർ പറയുന്നുണ്ട്, SIയോട് പറയുന്നു, എനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഗുളിക കഴിക്കണം, അതൊന്നും കഴിക്കേണ്ട, നീ ബാ, സാറിനെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ വലിച്ചഴിച്ചുകൊണ്ട് പോകും. കോൺഗ്രസ്സുകാരൻ നൽകിയ പരാതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരാതിക്കാരനെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണമെന്ന് പറയുന്നത്, പോലീസ് അനിൽകുമാറിനെ FIR പോലും ഇടാതെയാണ് അനിൽകുമാറിനെ വലിച്ചഴിച്ച് മർദ്ദിച്ച് സ്റ്റേഷനിൽ അവശനിലാക്കി കൊണ്ടുവന്നത്. അനിൽകുമാർ നമ്മൾ കഴിഞ്ഞ ദിവസം, ഒരു ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്, ചെല്ലുമ്പോൾ കാലൊക്കെ നീതി വെച്ചിട്ടുണ്ട്. കാരണം ഗുളിക കൃത്യമായി കഴിക്കാൻ വേണ്ടി. ആ സംഭവത്തിലാണ് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയ. പ്രതിഷേധ മാർച്ച് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അത് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോക്കപ്പ് മർദ്ദനങ്ങളുടെ എണ്ണം ഈ UDF അധികാരത്തിൽ വന്ന ശേഷം, സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വർദ്ധിക്കുകയാണെന്നാണ് രാജു എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് നേതാക്കളും ഈ വിഷയത്തിൽ തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ, അതായത് SI നെപ്പോളിയനെ സസ്പെൻഡ് ചെയ്ത് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനാണ് CPM കടക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് സുജു നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.